നഗ്നരാക്കി തെരുവിലൂടെ വലിച്ചിഴക്കപ്പെട്ട സ്ത്രീകളുടെ നിലവിളി, വരേണ്യരുടെ അഭിമാനം കാക്കാൻ മറച്ചുകിട്ടിയ ചേരികൾക്കുള്ളിൽ നിന്ന് വിശന്നു കരയുന്ന കുഞ്ഞുങ്ങൾ, തൊഴിലില്ലാതെ വേതനമില്ലാതെ തെരുവിലലയുന്ന യുവത്വം, ഇതിനെല്ലാം മുന്നിൽ കയ്യും കെട്ടി നോക്കി നിന്ന ഇരട്ട എഞ്ചിൻ ഭരണം. മോദി ഭരണത്തിന് കീഴിൽ രാജ്യം എങ്ങോട്ടാണ് നീങ്ങുന്നത് എന്നതിൻ്റെ കൃത്യമായ സൂചകമാണ് മണിപ്പൂർ. വർഷത്തിൻ്റെ അന്ത്യത്തിലും മണിപ്പൂരിൻ്റെ മുറിവ് ഉണങ്ങിയിട്ടില്ല. കലാപത്തിൽ ഇതുവരെ കൊല്ലപ്പെട്ടത് 175 പേർ. ഹരിയാനയിലെ നൂഹിലും കലാപം പടർന്നു. ശ്രീകൃഷ്ണ ജയന്തി, രാമനവമി, വിനായക ചതുർത്ഥി ആഘോഷ ദിനങ്ങളിലെല്ലാം ചെറുതും വലുതുമായ കലാപങ്ങൾ നടന്നു. സംഘപരിവാറിൻ്റെ മതഘോഷയാത്രകളിൽ അണിനിരന്ന കലാപകാരികളുടെ കൈകളിൽ ദണ്ഡയ്ക്ക് പകരം തോക്കും വടിവാളുമായിരുന്നു. രാമന്റെയും കൃഷ്ണന്റെയും ഫോട്ടോകളുടെ സ്ഥാനത്ത് ഗോഡ്സെയും സവർക്കറും. പലയിടത്തും ഇന്ത്യ എന്നത് തിരുത്തി ഭാരത് എന്നാക്കി. പാഠപുസ്തകങ്ങൾ ഹിന്ദുത്വ ആശയങ്ങളുടെ ലഘുലേഖകളായി. യുപിയിലെ മുസഫർ നഗറിൽ അധ്യാപിക സഹപാഠികളെ കൊണ്ട് മുസ്ലിം വിദ്യാർത്ഥിയെ തല്ലിക്കുന്ന ദൃശ്യങ്ങൾ ഈ മാറ്റങ്ങളുടെ നേർചിത്രമായി. കേരള വിരുദ്ധതയും മുസ്ലിം വിരുദ്ധതയും ലക്ഷ്യമിട്ട് നിർമ്മിച്ച കേരള സ്റ്റോറി ഗോവ രാജ്യാന്തര ചലച്ചിത്രമേളയിൽ വരെ ഇടം പിടിച്ചു. കായികരംഗം അമിത്ഷായുടെ മകൻ ജയ്ഷായുടെ ഉള്ളം കയ്യിലാണ്. സൈന്യം, പോലീസ്, മാധ്യമം, സിനിമ, കായികം, വിദ്യാഭ്യാസം, വ്യവസായം, വാണിജ്യം എന്ന് തുടങ്ങി ജുഡീഷ്യറി വരെയുള്ള എല്ലാ മേഖലകളെയും സംഘപരിവാർ വിഴുങ്ങി. 856 കോടി മുടക്കി നിർമ്മിച്ച പാർലമെന്റ് മന്ദിരത്തിന്റെ ഉദ്ഘാടന ചടങ്ങിലേക്ക് രാഷ്ട്രപതിക്ക് ക്ഷണമില്ല. ചടങ്ങ് ഹിന്ദുത്വയുടെ ആഘോഷമാക്കി. പക്ഷേ പഴുതറ്റ സുരക്ഷയൊരുക്കുകയെന്ന പ്രാഥമിക ദൗത്യം വിസ്മരിച്ചു. എല്ലാ സുരക്ഷാ സംവിധാനങ്ങളെയും നിഷ്പ്രഭമാക്കിയാണ് രണ്ടുപേർ പാർലമെന്റിനുള്ളിൽ പുകബോംബ് പൊട്ടിച്ചത്. സുരക്ഷാ വീഴ്ചയിൽ പ്രധാനമന്ത്രിയോ ആഭ്യന്തരമന്ത്രിയോ വാ തുറന്നില്ല. പ്രതിഷേധിച്ച എംപിമാരെ കൂട്ടത്തോടെ സസ്പെൻഡ് ചെയ്തു. മോദി അദാനി അവിശുദ്ധ കൂട്ടുകെട്ട് തുറന്നുകാട്ടി സർക്കാരിനെതിരെ ആഞ്ഞടിച്ചിരുന്ന തൃണമൂൽ കോൺഗ്രസ് എംപി മെഹുവ മൊയ്ത്രയെ ചോദ്യത്തിന് പാരിതോഷികം കൈപ്പറ്റിയെന്നാരോപിച്ച് ലോക്സഭയിൽ നിന്ന് പുറത്താക്കി. പാർലമെന്റിലെ സുരക്ഷാ വീഴ്ചയും കോർപ്പറേറ്റ് തട്ടിപ്പുകളും എല്ലാം നടക്കുമ്പോൾ നിഷ്ക്രിയമായിരുന്ന കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ ജോലി പ്രതിപക്ഷ പാർട്ടികളുടെ നേതാക്കളെ കേസുകളിൽ കുരുക്കുക എന്നതും മാത്രമായി. ജനാധിപത്യത്തിന്റെ 4ാം തൂണായ മാധ്യമങ്ങളിലേറെയും BJPയുടെ നിയന്ത്രണത്തിലാക്കി. കശ്മീരിൽ ഭീകരാക്രമണങ്ങൾ തുടരുന്നു. ഭീകരാക്രമണങ്ങൾ ജമ്മു മേഖലയിലേക്ക് കൂടി വ്യാപിച്ചു. മാവോയിസ്റ്റ് ആക്രമണങ്ങൾക്കും ശമനമില്ല. മണിപ്പൂരിൽ പട്ടാപ്പകൽ ഭീകരർ തോക്കുമായി തെരുവുകളിൽ റോന്ത് ചുറ്റുകയാണ്. ഡൽഹി നഗരം മറ്റൊരു ചരിത്ര സമരത്തിനു കൂടി ഇക്കൊല്ലം സാക്ഷ്യം വഹിച്ചു. സ്ത്രീ പീഡകനായ BJP നേതാവ് ബ്രിജ്ഭൂഷൺ ശരൺ സിംഗിനെ ശിക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് വനിതാ ഗുസ്തി താരങ്ങൾ നടത്തിയ സമരം. ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർമാർ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ സ്ത്രീവിരുദ്ധ നിലപാടുകൾക്കെതിരെ തെരുവിൽ ശബ്ദമുയർത്തി. പ്രതിരോധ രംഗത്തെ വളർച്ച ആയുധ കച്ചവടങ്ങളിൽ മാത്രമായി ഒതുങ്ങി. കോർപ്പറേറ്റ് ഭീമന്മാർക്ക് സ്വർഗതുല്യമാണ് മോദി ഭരണം. മോദിക്കൊപ്പം വളർന്ന അദാനി നടത്തിയ തട്ടിപ്പുകളുടെ ആഴം ഹിൻഡൻബർഗ് റിപ്പോർട്ട് വെളിപ്പെടുത്തി. നടപടി ഒന്നും ഉണ്ടായില്ല. അദാനിയുടെ ഓഹരി മൂല്യം കുത്തനെ ഇടിയുകയും മുകേഷ് അംബാനി സമ്പത്തിൽ 1ാം സ്ഥാനത്തെത്തുകയും ചെയ്തു. ശതകോടീശ്വരന്മാരുടെ എണ്ണം കൂടുന്നതിനൊപ്പം ആഗോള വിശപ്പ് സൂചികയിൽ ഇന്ത്യ കുത്തനെ താഴേക്ക് പോയി. 125 രാജ്യങ്ങളിൽ 111ാം സ്ഥാനത്ത്. കേന്ദ്ര സർവീസിൽ 10 ലക്ഷത്തോളം തസ്തികകളാണ് നിയമനം നടത്താതെ ഒഴിഞ്ഞുകിടക്കുന്നത്. മിക്ക സംസ്ഥാനങ്ങളിലും സ്ഥിരം നിയമനങ്ങൾ നന്നേ കുറവ്. 2023 ജനുവരി മുതൽ ജൂൺ വരെ UPSC നടത്തിയത് വെറും 2925 നിയമനം മാത്രം. ഈ കാലയളവിൽ കേരള PSC നടത്തിയത് 15146 നിയമനങ്ങൾ. 2023 കേരളത്തിൽ PSC ആകെ നടത്തിയത് 28600 നിയമനം. കേരളത്തെ കേന്ദ്രം സാമ്പത്തികമായി ഞെരിച്ച് ഇല്ലാതാക്കുന്നതിനും 2023 സാക്ഷ്യം വഹിച്ചു. കർഷകരുടെയും തൊഴിലാളികളുടെയും സംഘടിത സമരം ഈ വർഷവും തുടർന്നു. പക്ഷേ ജനവിരുദ്ധ നയങ്ങളിൽ നിന്ന് മോദി സർക്കാർ പിന്നോട്ടു പോയില്ല. വർഗീയത ആളിക്കത്തിച്ച് എല്ലാ പ്രതിഷേധങ്ങളെയും മറികടക്കുകയെന്ന പതിവ് തന്ത്രം ഇക്കൊല്ലവും പയറ്റി. കർണാടകത്തിൽ BJPക്ക് ഭരണം നഷ്ടമായി. രാജസ്ഥാനിലും ഛത്തീസ്ഗഡിലും
കോൺഗ്രസിൽ നിന്ന് BJP ഭരണം പിടിച്ചെടുത്തു. മധ്യപ്രദേശ് നിലനിർത്തി. പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഗവർണർമാരിലൂടെ സമാന്തര ഭരണം നടത്താൻ BJP കിണഞ്ഞു പരിശ്രമിച്ചു. സുപ്രീം കോടതിയുടെ അംഗീകാരം ലഭിച്ചതോടെ കശ്മീരിന്റെ പ്രത്യേക അവകാശം പിൻവലിക്കുകയെന്ന ലക്ഷ്യം സംഘപരിവാർ പൂർത്തിയാക്കി കഴിഞ്ഞു. 2024 ജനുവരി 22 പ്രധാനമന്ത്രി നരേന്ദ്രമോദി അയോധ്യയിലെ രാമക്ഷേത്രം ഉദ്ഘാടനം ചെയ്യും. കാശിയിലെയും മധുരയിലെയും പള്ളികൾ തകർത്ത് ക്ഷേത്രങ്ങൾ കെട്ടിപ്പൊക്കാനുള്ള വ്യാജ നിർമ്മിതികൾ നീതിപീഠങ്ങളുടെ ഒത്താശയോടെ പുരോഗമിക്കുന്നു. ഏകീകൃത സിവിൽ നിയമം നടപ്പാക്കുക എന്നതാണ് അടുത്ത ലക്ഷ്യം. ജൂലൈ 18 പ്രതിപക്ഷ പാർട്ടികളുടെ കൂട്ടായ്മയായ ഇന്ത്യ സഖ്യം രൂപീകൃതമായി. സഖ്യത്തിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾക്ക് വിരുദ്ധമായ നിലപാടുകൾ മധ്യപ്രദേശിലും രാജസ്ഥാനിലും കോൺഗ്രസിന്റെ കനത്ത തിരിച്ചടിക്ക് കാരണമായി. പതിറ്റാണ്ടുകൾക്ക് ശേഷം AICC അധ്യക്ഷ സ്ഥാനത്തേക്ക് തെരഞ്ഞെടുപ്പ് നടന്നു. മല്ലികാർജുൻ ഖാർഗെ അധ്യക്ഷനായി. അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ ക്രെഡിറ്റ് രാജീവ് ഗാന്ധിക്കാണെന്ന് പറഞ്ഞ കമൽനാഥും ചാണക ഗവേഷണത്തിനായി കോടികൾ ചെലവിട്ട അശോക് ഗെഹ്ലോട്ടും ഭൂപേഷ് ബാഗേലുമെല്ലാമാണ് ഇന്നും കോൺഗ്രസിന്റെ മുഖങ്ങൾ. BJPക്ക് ഇന്നും രാജ്യത്തെ ജനസംഖ്യയിലെ പകുതിയുടെ പോലും പിന്തുണയില്ല. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് ലഭിച്ചത് 37% വോട്ടായിരുന്നു. NDAക്ക് ലഭിച്ചത് 45%. ഭിന്നതകൾ മാറ്റിവെച്ച് രാജ്യത്തെ മതനിരപേക്ഷ പാർട്ടികൾ ഒരുമിച്ച് മത്സരിച്ചാൽ 2024 BJPയെ ഭരണത്തിൽ നിന്ന് പുറത്താക്കാം.